ഭീകരമായ യുദ്ധം അരങ്ങേറുന്നതിനിടയിൽ ഭീകരമായ യുദ്ധയന്ത്രങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ആകാശം തീയാൽ ജ്വലിക്കുന്നു. ഡൊമിനിയൻ, വാൻഗാർഡ് എന്നീ രണ്ട് ശക്തമായ രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ജേതാക്കളുടെ സാമ്രാജ്യമായ ഡൊമിനിയൻ വാൻഗാർഡിന്റെ തലസ്ഥാനത്ത് ഒരു വിനാശകരമായ ആക്രമണം അഴിച്ചുവിടുന്നു. അതിനെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി വീരനായ എൽഡറിൻ അതിനെ ചെറുക്കുന്നു. വാൻഗാർഡിൽ ശക്തമായ പോരാളിയാണ് എൽഡറിൻ. എന്നാൽ ഡൊമിനിയന്റെ ഭാഗത്തും ഒരു ഉന്നതനായ ഒരു പോരാളി ഉണ്ടായിരുന്നു. വേഗതയും വൈവിധ്യവും ഉപയോഗിച്ച് ശത്രുക്കളെ വെട്ടിവീഴ്ത്തുന്ന ഒരു പോരാളി. അവളുടെ നാമമാണ്. ഒരു കൂട്ടം ഭീകര യോദ്ധാക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെ പ്രതിരോധിക്കുന്നു. തടയാനാവാത്ത ഒരു ശക്തിക്കെതിരെ ഒരു അചഞ്ചലമായ മതിൽ പോലെ നിൽക്കുന്നു. തകർക്കാനാവാത്ത കവചവും നിർഭയമായ സംരക്ഷണം അവന്റെ നാമം. അതിജീവിച്ച വീരന്മാർ വീണ്ടും ഒത്തുചേരുന്നു. അവരുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ടൈറ്റനസ് ഒരു ആക്രമണത്തിന് നിർബന്ധിക്കുന്നു. അതേസമയം എൽഡറിൻ ക്ഷമയും തന്ത്രവും ആവശ്യപ്പെട്ട് അവരോട് നയിക്കുന്നു. അതിനുശേഷം ഡൊമിനിയൻ യുദ്ധവാഹന വ്യൂഹം നിർമ്മിക്കുകയും മാരകമായ കെണി ഒരുക്കുകയും ചെയ്യുന്നു. വെലോറ ഒരു അത്ഭുതകരമായ വ്യോമാക്രമണം നയിക്കുന്നു. കൃത്യമായ ആക്രമണത്തിലൂടെ ഒരു മുഴുവൻ കപ്പലിനെ വീഴ്ത്തുന്നു. യുദ്ധത്തിന്റെ ഇടയിൽ ഡൊമിനിയന്റെ ചാരൻ വാൻഗാർഡിലേക്ക് നുഴഞ്ഞു കയറുകയും യുദ്ധരഹസ്യങ്ങളും തന്ത്രങ്ങളും പഠിച്ചതിന് ശേഷം വാൻഗാർഡിനെ ചോർത്താൻ പോയപ്പോഴേക്കും വാൻഗാർഡിന്റെ ധീരനായ യോദ്ധാവുമായി അവന് പോരിടേണ്ടി വന്നു. അവസാനം അതിനുശേഷം അവർ പ്രേത നഗരത്തിലേക്ക് പോവുകയാണ്. അവിടെ വിചിത്രമായ ശക്തികളുണ്ടെന്നറിഞ്ഞ് ആ ശക്തികളെ തേടി പോകുന്ന അവർ മനസ്സിലാക്കിയിരുന്നില്ല. അവരുടെ ഇച്ഛാശക്തികളെ പരീക്ഷിക്കുന്ന ഒരു നഗരമായിരുന്നു ആ പ്രേത നഗരം. വീണുപോയ ധീര യോദ്ധാക്കളെ ഓർത്ത് ദുഃഖവും ക്രോധവും നിറഞ്ഞ ഒരു യോദ്ധാവ് യുദ്ധകളത്തിൽ നിൽക്കുന്നു. യുദ്ധത്തിൽ തൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവൻ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു. അവന്റെ നാമമാണ് ടൈറ്റനസ്. ഒരു പ്രവചനം ചുരുളഴിയുന്നു. പുരാതന വാചകം വായിക്കുമ്പോൾ എൽഡറിന്റെ കൈകൾ വിറയ്ക്കുന്നു. ഒരാൾ വീഴണം, അപ്പോൾ മറ്റുള്ളവർ ഉയരും. ഒരു തണുത്ത തിരിച്ചറിവ് അവന്റെ ആത്മാവിലേക്ക് തുളച്ചു കയറുന്നു. ഒടുവിൽ യുദ്ധം ആരംഭിച്ചു. വാൻഗാർഡിലെ ധീര യോദ്ധാക്കളോട് ഒരൊറ്റ സ്ത്രീയാണ് അവിടെ നിന്നത്. അത് ഡൊമിനിയന്റെ ഭാഗത്തു നിന്ന് വെലോറയാണ് അവിടെ ഇറങ്ങിയത്. അവരുടെ യുദ്ധം കണ്ട് യുദ്ധക്കളം ഫുള്ളും അമ്പരന്ന് നിന്നുപോയി. ഇവരുടെ ധീരമായ യുദ്ധത്തിനിടയിൽ വാൻഗാർഡിന്റെ ഒരു വ്യോമാക്രമണം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡൊമിനിയന്റെ കപ്പൽ പടയാളികളെ വളരെയധികം പരിക്കേൽപ്പിക്കുകയും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. വാൻഗാർഡിന്റെ വ്യോമാക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ ഡൊമിനിയന് കഴിഞ്ഞില്ല. പക്ഷേ അതിന് പകരം ടൈറ്റനസിന്റെ നേതൃത്വത്തിൽ ഡൊമിനിയന്റെ ഭാഗത്തു നിന്ന് ഒരു വ്യോമാക്രമണം വാൻഗാർഡിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ യുദ്ധത്തിനിടയിൽ വാൻഗാർഡിന്റെ മതിൽ കോട്ടകളെ തകർക്കുന്ന രീതിയിലുള്ള യുദ്ധമാണ് ഡൊമിനിയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ അവസാനം ആ ധീര യോദ്ധാക്കളെ അവർ തകർത്ത് കയറുകയാണ് വാൻഗാർഡിലേക്ക്. ഒടുവിൽ വാൻഗാർഡ് തോറ്റുപോയി. ഡൊമിനിയൻ അതിശക്തമായി ആക്രമിക്കുകയും എല്ലാവരെയും കീഴ്പ്പെടുത്തുകയും ചെയ്തു, ഒരാളൊഴിച്ച് വാൻഗാർഡിലെ ധീര യോദ്ധാവായ എൽഡറിൻ. യുദ്ധം അവസാനിച്ചതിന് ശേഷം കൂടുതൽ ശക്തി തേടുന്ന ടൈറ്റനസ് ഒരു പുരാതന പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നു. തൻ്റെ പഴയകാല ഓർമ്മകളെല്ലാം അദ്ദേഹം വിസ്മരിക്കുകയാണ്. തൻ്റെ പഴയ പോരാട്ടങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. യുദ്ധത്തിന്റെ നടുവിൽ വെലോറയ്ക്ക് ഒരു പരിക്കുപറ്റി. ശപിക്കപ്പെട്ട ഒരു ഖഡാര വെലോറയ്ക്ക് പരിക്കേൽപ്പിച്ചു. വിഷം പിടിക്കുന്നതിന് മുൻപ് അവളെ രക്ഷിക്കാൻ യോദ്ധാക്കൾ സമയത്തിനെതിരെ മത്സരിക്കുകയാണ്. അവിടെ വെലോറയെ രക്ഷിക്കാൻ ഒരു അജ്ഞാതൻ കടന്നു വന്നു. ഒരിക്കൽ മരിച്ചുവെന്ന് കരുതിയ ഒരു പഴയ നായകന്മാരെ സഹായിക്കാൻ നിഴലിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അദ്ദേഹം പുറത്തിറങ്ങി. അദ്ദേഹം വെലോറയ്ക്ക് സഹായം നൽകി. അങ്ങനെ ആ വൃദ്ധൻ വെലോറയ്ക്ക് ഒരു പുനർജന്മം നൽകി. വെലോറ രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഡൊമിനിയൻ സൈന്യം വീരന്മാരുടെ അന്തിമ ആഭ്യന്തര കേന്ദ്രത്തിലെത്തുന്നു. തടയുന്നതിനായി ഒരു പർവ്വത ചുരം തകർക്കാൻ ഗോരത്ത് അത്യധിക ത്യാഗം ചെയ്യുന്നു. അവിടെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എൽഡറിൻ, വാൻഗാർഡിന്റെ ധീരയോദ്ധാവായ അദ്ദേഹം ഡൊമിനിയന്റെ ഭരണാധികാരിയെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ തന്റെ മരണം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കും. വാൻഗാർഡിന്റെ അതിശക്തിശാലിയായ ഇരുണ്ട കോട്ടകളെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഡൊമിനിയന്റെ ധീരയോദ്ധാക്കന്മാർ. മതിലുകൾ ഭേദിച്ചതിന് ശേഷം വീരന്മാർ അവരുടെ അവസാന ആക്രമണം ആരംഭിക്കുകയാണ് വാൻഗാർഡിന്റെ മേൽ. വാൻഗാർഡിന്റെ ക്ഷമ ഒടുവിൽ നഷ്ടപ്പെട്ടു തുടങ്ങി. ഡൊമിനിയന്റെ മേൽ തന്റെ വജ്രായുധത്തെ പ്രയോഗിക്കാൻ തുടങ്ങി. ഒരു വലിയ മൃഗത്തെ അവർ അഴിച്ചുവിടുകയും
നഗരങ്ങൾ നിരപ്പാക്കാൻ കഴിവുള്ള ഒരു ശക്തമായ യന്ത്രമായിരുന്നു അത്. ഡൊമിനിയനെ ഭീതിപ്പെടുത്തിയിരുന്നു. ഒടുവിൽ വെലോറ തന്നെ കളത്തിൽ ഇറങ്ങേണ്ടി വന്നു. വെലോറ വാൻഗാർഡിലേക്ക് നുഴഞ്ഞു കയറുകയും അതിനിടയിൽ ആ രാജാവും വെലോറയും തമ്മിൽ ഘോരമായ യുദ്ധം അവിടെ അരങ്ങേറുകയും ചെയ്തിരുന്നു. ആ യുദ്ധത്തിൽ ആര് ജയിക്കും തോൽക്കുമെന്ന് പറയാനാവാത്ത ഒരവസ്ഥയായിരുന്നു. അതിന്റെ നടുവിൽ ഭൂമിയെ നടുക്കുന്ന ഒരു അന്തിമ യുദ്ധത്തിൽ ടൈറ്റനസ് വാൻഗാർഡിന്റെ ഭരണാധികാരിയെ നേരിടുന്നു. അവരുടെ ശക്തികൾ യുദ്ധകളത്തെ കീറിമുറിക്കുന്ന രംഗങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒടുവിൽ ആ സമയം വന്നെത്തി. എൽഡറിൻ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കുകയാണ്. ഡൊമിനിയന്റെ ശക്തികളെ നേരിടാൻ, ഇല്ലാതാക്കാൻ എൽഡറിൻ സ്വയം ത്യാഗം ചെയ്യുന്നു, നായകന്മാരെ രക്ഷിക്കുന്നു. അപ്രതീക്ഷമാകുന്ന സൂര്യൻ. വാൻഗാർഡിന്റെ അന്തിമ നാശത്തിന് സാക്ഷ്യം വഹിക്കാൻ വീരന്മാർ കഷ്ടിച്ച് രക്ഷപ്പെടുമ്പോൾ കോട്ട തകർന്നു വീഴുന്നു. ഒടുവിൽ ഡൊമിനിയന് തന്നെയായിരുന്നു വിജയം. വാൻഗാർഡും ഡൊമിനിയനും തമ്മിലുള്ള യുദ്ധത്തിന് ഡൊമിനിയന്റെ ഭാഗത്തും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം അതിനെ അതിജീവിച്ച് നേരിടാൻ പോകുകയാണ്. അതിജീവിച്ച വീരന്മാർ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുന്നു. വീണു പോയരെ ഓർത്ത് വിലപിക്കുന്നു. പക്ഷെ യുദ്ധമില്ലാത്ത ഒരു ലോകം പുനർനിർമ്മിക്കുമെന്ന് ഡൊമിനിയൻ പ്രതിജ്ഞ എടുക്കുകയാണ്. ഡൊമിനിയന്റെ വിജയാശംസകൾക്കിടയിൽ ഒരു മഹായോദ്ധാവിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നു. എൽഡറിന്റെ ത്യാഗം ഒരിക്കലും മറക്കപ്പെടുന്നില്ല. വരും തലമുറയ്ക്ക് അദ്ദേഹം ഒരു ധീരയോദ്ധാവെന്ന അടയാളമാണ് ആ പ്രതിമ. പക്ഷെ യുദ്ധത്തിന്റെ ഇടയിൽ എൽഡറിന്റെ ശരീരം ഒരിടത്തു നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. പുതിയൊരു ഭീഷണിയുമായി ഡൊമിനിയന്റെ ഭാഗത്ത് വലിയൊരു ശക്തി കടന്നു വരികയാണ്. വലിയൊരു നാശത്തിലേക്കാണ് ഡൊമിനിയന്റെ അടുത്ത് വരുന്ന അടുത്ത എതിരാളി. അതാരായിരിക്കും? മറുഭാഗത്ത് വാൻഗാർഡിന്റെ നാശനഷ്ടങ്ങൾ കണ്ടുനിന്ന ഒരു യോദ്ധാവ് വാൻഗാർഡിലേക്ക് നടന്നു കയറുകയാണ്. ആരാണ് ആ ധീരനായ യോദ്ധാവ്?